ഇയാള് സിനിമയിലില്ല കേട്ടോ. ഇയാൾക്ക് സിനിമയിൽ ഇത് ഭാവിന്റെ സിനിമയല്ലേ? ഓക്കെ ഓക്കെ ഗൈസ് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പൊ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ഒരു മൊത്തം ഒരു സൈഫൈ പരിപാടിയാണല്ലോ. ആണോ? ഓക്കെ, ഒരു ഫ്യൂച്ചർ പാസ്റ്റ് സംഭവമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ലെറ്റ്സ് വെൽക്കം മസ്തിഷ്ക മരണം ക്രൂ. നായകൻ നമ്മുടെ നിരഞ്ജ് മണിയമ്പിള്ള രാജു ആണ്. ചിലർക്ക് അറിയായിരിക്കും. ധ്യാനൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലത്തും കണ്ട. കണ്ടില്ല അത്? ആ കമന്റ്സിലെല്ലാം ഉണ്ട്. ധ്യാൻ ശ്രീനിവാസിന് പുതിയൊരു കോമ്പറ്റീഷൻ ഇന്റർവ്യൂ സ്റ്റാർ എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അല്ല ആദ്യമായിട്ടല്ലേ നായകനായിട്ട്? അല്ലെ അല്ല മെയിൻ നായകനായിട്ട്. പക്ഷെ എന്നാലും ഇതാന്നൊരു ബിഗ് ബ്രേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അല്ല ഇത് നമ്മളെ കുക്കാണ് കേട്ടോ. മെല്ല് നാളെ നോക്കി. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ പറ എന്താണ് മസ്തിഷ്ക മരണം? നമ്മൾ ആരും സിനിമ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. നോമ്പ് കഴിഞ്ഞിട്ട് കാണാൻ വെച്ചിട്ട് നിൽക്കുക. അപ്പൊ നോമ്പായി കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞു, ആരോമൽ ബ്രോ പറഞ്ഞു ഇത് ട്രെയിലർ ലൈവിൽ തന്നെ കണ്ടു. അപ്പം ആ ഫസ്റ്റുകൾ കാണുന്ന റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട്. അപ്പം ഒരു ഓഡിയൻസ് ആയിട്ട് നമ്മളെ കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ഈ സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ വേണം പറഞ്ഞു തരാൻ. അപ്പൊ എന്താണ് മസ്തിഷ്ക മരണം? മസ്തിഷ്ക മരണം പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈഫൈ സൈബർ പങ്ക്. സൈബർ പങ്ക് ഇഷ്യൂ ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ടേ വരുന്നതെന്ന് പറഞ്ഞു. ആ ഫുഡ് അറേഞ്ച് ചെയ്യാണ്ടെന്ന് ഇത് സ്നാക്സും ഇത് ജ്യൂസും മതി എന്ന് പറഞ്ഞു. സംസാരിച്ചിട്ട് പറഞ്ഞോ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കുറെ സ്ഥലത്ത് പോയി മൂവിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കൊടുത്ത് കുറെ തിയേറ്റർ വിസിറ്റിൽ ചെയ്ത് കുറെ ടയർഡ് ആയിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇത് അതുപോലെ ഒരു സംഭവം കാണണ്ട. ജസ്റ്റ് അത് തന്നെ കഴിക്കാൻ തരുന്നു, നല്ല അന്തരീക്ഷം. ഓക്കെ, ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്താണ്, എന്റെ ഫ്ലോ പോയി. മസ്തിഷ്ക പറഞ്ഞ സൈബർ പങ്ക് കോമഡി എന്നൊക്കെ പറഞ്ഞ. സൈബർ പങ്ക് എന്ന് പറഞ്ഞ ഗെയിം അല്ലേ? സൈബർ പങ്ക് അതാണ് ഗെയിം. അതിപ്പോ ട്രെയിലർ ഇപ്പൊ കാണൂലേ, അപ്പൊ മനസ്സിലാവും. പക്ഷെ സാധനം പക്ക കോമഡിയാണ്. യങ്സ്റ്റേഴ്സിന് വേണ്ടി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ ഇന്ന് ഒറ്റ വരിയിൽ ഒരു പ്ലോട്ട് ഒരു ഇത് പറയാനാണെങ്കിൽ ആൾക്കാരോട് ഓഡിയൻസിന് അറിയാം. അല്ല എനിക്കറിയാം. അതായത് ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛന്, മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന് ആ ഗ്രീഫ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിൽ കയറും. ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ കയറും. അതും 2046 അതായത് ഈ ഗ്രീഫ് മറക്കാൻ വേണ്ടിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിട്ട്. ഓവർകം ചെയ്യാൻ വേണ്ടി. പിന്നെ അത് ഞാൻ സ്പോയിലർ ആവില്ല. സ്പോയിലർ ആവുന്നില്ല. അല്ല അത് രജിസ്റ്റർ വിജയം വരുന്ന പറഞ്ഞു വരാണ്ടെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മള് ഫുൾ ഇന്ന് ഇപ്പം അപ്പൊ നമ്മള് കുറച്ചുപേര് ഇങ്ങോട്ട് വന്നു, കുറച്ചുപേര് അങ്ങോട്ട് പോയി. അങ്ങനെ ഇത് മ്യൂസിക് ഡയറക്ടർ ബ്രോ മുത്തേ. ഇത് ആളാ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ആള് പുലിയാണ്. ഞാനൊരു മ്യൂസിക്കൽ ഫീൽഡിലേക്കെല്ലാം ചെറുങ്ങനൊന്ന് കാലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്റെ ആദ്യം പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല കേട്ടിട്ടുണ്ടോ? സൂപ്പറായിട്ട് പാടുന്നു. ഏത്? ഞാൻ പാടാനോ? ഓ എനക്കാ പാടാനോ? കുറച്ച് അല്ല മ്യൂസിക് ഡയറക്ടറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതിൽ എത്ര പാട്ട് ചെയ്തിട്ടുണ്ട്? 12 പാട്ട്. 12 നിങ്ങൾ തന്നെയാണ് ഇത്? 12 ഞാൻ തന്നെ. പക്ഷെ നല്ല കൊളാബറേറ്റേഴ്സ്, MC കൂപ്പർ, ഫെജോ, പിന്നെ രശ്മി, നിങ്ങൾ ഫെജോ ആയിട്ട് മുന്നേ ഒരു പാട്ട് നമ്മളൊന്നല്ലേ പറഞ്ഞിട്ട്. അപ്പൊ ഇത് 12 ലൈക്ക് ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റും അങ്ങനത്തെ കുറച്ച് പരിപാടി അവര് വന്ന് കൊളാബ് ചെയ്യുന്ന റാപ്പും. അങ്ങനെ 12 പാട്ടുണ്ട്. അല്ല ഇവിടെ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഈ മ്യൂസിക് കുറച്ച് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഭാവിയിൽ എപ്പെങ്കിലും എന്റെ ഒന്നിച്ചൊരു പാട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവോ? ചെയ്യാം ബ്രോ, നമുക്കത്. ശരിക്കും എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയാം. അല്ല ശരിക്കും കുറെ ആൾക്കാർ ഇതിലൊരു ഡിഫറെന്റ് അഭിപ്രായങ്ങളുണ്ട്. കുറെ ആൾക്കാർക്ക് എന്റെ പാട്ടൊന്ന് കുറച്ച് തന്നെ മതി, ഇപ്പൊ വേണ്ട, കുറച്ച് തന്നെ എന്റെ പാട്ട് കേട്ടിട്ടൊന്ന് അഭിപ്രായം പറയണം. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ പറ. അപ്പൊ 12 പാട്ടുകൾ. 12 പാട്ട്. പിന്നെ ഈ പടത്തിന്റെ സൗണ്ട് ഡിസൈനും ഞാനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രശാന്തും ഞാനും കൂടെ ഒരു കൊളാബ് പോലത്തെ ഒരു പരിപാടി. പക്ഷെ ഭയങ്കര
എക്സൈറ്റിംഗ്. ഇന്ന് നല്ല റിവ്യൂവും കിട്ടുന്നു ബ്രോ. അപ്പം അല്ല ഇത് ഗിറ്റാറെല്ലായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു പാട്ട് പ്രതീക്ഷിക്കാമോ? അല്ല കുറച്ച് കഴിയുമ്പം അല്ല നിങ്ങൾക്ക് വേണ്ടിട്ട് അസ്പാക്ക് ഒരു പാട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാട് ഇവ നന്നായിട്ട് പാടും കേട്ടോ. അല്ല ഇവിടെ മൂവി സ്റ്റാർസ് വരുന്നു പറഞ്ഞപ്പോ അവർക്കൊരു ഇതായിട്ട് ഒരു വെൽക്കം ആയിട്ട് ഒരു പാട്ട്. ഓക്കെ ഒരു വെൽക്കം സോങ് ഇവർക്ക് വേണ്ടി. ദിവ്യ ഹാർട്ടാലോ മൊത്തം. ഓ ദിവ്യ ഫാൻസാലോ മൊത്തം പ്ലേ തലപ്പാവ്. അല്ല കുറച്ച് നമുക്ക് എന്തായാലും മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് തലപ്പാവ് കേൾപ്പിച്ചിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. അപ്പം ആ ഒരു നമ്മളെ ആ ഇത് ഡിബേറ്റ് തീരുമല്ലോ, ചാറ്റിലുള്ള ഡിബേറ്റ് തീരുമല്ലോ. ദിവ്യ ഇതെന്തേ ദിവ്യ പ്രഭുക്ക് ദിവ്യ പ്രഭ ഫാൻസ് ബ്രോ. അപ്പൊ എന്തായാലും നായകൻ എന്താ പറയാനുള്ളത്? രണ്ടു വാക്ക്. ഞാനിനി എന്ത് പറയാൻ, ഫുൾ ദിവ്യക്കല്ലോ. അങ്ങോട്ട് നോക്കുന്നില്ല. ഓക്കെ പോയി. അല്ല പക്ഷെ പടം എൻജോയ്. നിങ്ങളെ പോലെ യങ്സ്റ്റേഴ്സ് അല്ല, നമ്മൾ യങ്സ്റ്റേഴ്സ് തന്നെയാണ്, സോറി നമ്മൾ. പക്ഷെ നിങ്ങളെ പോലെ യങ്സ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പടം. സ്ട്രീമിംഗ് അല്ല, ഫ്യൂച്ചർ ടെക്, VR സാധനങ്ങൾ, ഗെയിമിങ്, ഫ്യൂച്ചറിൽ മെമ്മറീസ് ആൾക്കാരുടെ കയ്യിൽ എക്സ്ട്രാക്ട് ചെയ്ത് അത് വിൽക്കാൻ പറ്റുന്ന ഒരു 2046 അത് വെച്ചിട്ട് സ്വപ്നവും വിൽക്കാം. അപ്പം ഇൻസെപ്ഷൻ പോലെ അതൊക്കെ അങ്ങനെ ഒരു സാധനം കിട്ടും എന്തായാലും അവസാനം കിട്ടും. സ്വപ്നത്തിനകത്ത് കയറില്ല. ഇതാണെങ്കിൽ ബ്രോ ഗെയിം പ്ലേ ആയിട്ടൊക്കെ ഉള്ള ഒരു മലയാളത്തിലൊരു ടൈം ട്രാവൽ വന്നിട്ടുണ്ടോ? അതല്ലേ ടൈം ട്രാവൽ അല്ല ഇന്ന്. പക്ഷെ ഇന്ന് ആക്ച്വലി അടിപൊളി കുറെ നല്ല റിവ്യൂസ്. സ്പോയിലർ പറഞ്ഞേ, എന്താ പറഞ്ഞേ? നിങ്ങളെന്തീ പറഞ്ഞ ദൈവമേ കൃഷാന്തനെ കാണുന്നുണ്ടോ? ആദ്യം തൊട്ട് അവസാനം വരെ കോമഡി നിരഞ്ജൻ വരുന്നുണ്ട് പേര്. അപ്പൊ എന്തായാലും നമുക്ക് നിരഞ്ജൻ ബ്രോ ലവ് യുവർ ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് കണ്ടു പടം കിടിലം 8/10 എന്ന് പറയുന്നുണ്ട്. 8/10 റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് പാട്ടിലെടുക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഇങ്ങനത്തെ കുറെ കോസ്റ്റ്യൂമും പരിപാടിയും പരിപാടികള് ഫുള്ള് സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മള് ഓൾറെഡി ഈ സാധനം ഫുൾ പ്രീവിയസ് ഉണ്ടാക്കി, ഫുൾ വരച്ച് മൊത്തം ഉണ്ടാക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് സിനിമേൻ്റെ എൻക്വയറിയും കാര്യങ്ങളും വന്നിന്. ഒരു സിനിമ അറ്റത്തെത്തിയിട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഞാൻ ഒഴിവാക്കി. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെറിയ ക്യാമറ അല്ലേ, ഇതിൻ്റെ മുന്നിൽ ഈ ലൈവിൻ്റെ മുന്നിൽ എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ വലിയ ക്യാമറ ഇതിൻ്റെ മുന്നിൽ ഞാൻ കുറേ ഓഡീഷന് പോയിട്ട് ഞാൻ ഇതായി പോയിട്ടുണ്ട്. കോൺഫിഡൻസ് ഇല്ലാണ്ട് ഈ വലിയ ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസ് വരുമല്ലോ നമുക്ക്, ഈ ഭയങ്കര മനസ്സിലാവും ഒരു. അതെല്ലാം മറ്റേ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്ന് പറയില്ലേ. ഇപ്പൊ അച്ഛൻ പറയും കാര്യം, ഇപ്പോഴും പടം അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഭയങ്കര പേടിയാണ്, കാല് പറയും, പേടി. എനിക്കിപ്പോ ഇവിടെ ഇരിക്കാൻ ചെറിയ ടെൻഷൻ ഉണ്ട്, അഭിനയിക്കാൻ ടെൻഷൻ ഇല്ല. ഓ ഇത് നേരെ തിരിച്ചാ, നമുക്ക് ഇവിടെ ടെൻഷൻ ഇല്ല, അവിടെ ടെൻഷനാ. നിങ്ങൾക്ക് അവിടെ ടെൻഷൻ ഇല്ല, ഇവിടെ ടെൻഷനാ. എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസ് വേറെയാണല്ലോ. അതെ. അല്ല എനിക്ക് എപ്പോഴും തോന്നുന്നത് അതുകൊണ്ടാ അങ്ങനെ ഒരു സംഭവം കേട്ടാ. ഓ ഇത് ഞാനിപ്പോ ചിന്തിക്കുന്നത്, നിങ്ങൾ സാധാരണ ഇതുവരെ പോയ ഇന്റർവ്യൂ കാര്യങ്ങളോ അല്ലേ, ഇത് ലൈവാ, ഇവിടെ കട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാ അത് പറഞ്ഞതാ. അതിപ്പോ മനസ്സിലായ. ഓ അതുകൊണ്ടാണ് ഞാൻ ശ്രീനിവാസൻ കുറച്ച്. അല്ല ഞാൻ പറയുന്നത് വെച്ചാലേ, എനിക്ക് എപ്പോഴും ഐ എം നോട്ട് റെഡി എന്നുള്ളൊരു ചിന്തയില് കുറച്ചുകൂടി ആകാനുണ്ട്, കുറച്ചുകൂടി കോൺഫിഡൻസ് വരാനുണ്ട്, അങ്ങനത്തെ ഒരു. അല്ല അങ്ങനെയല്ല, അതും ഇതുമായിട്ട് ബന്ധമില്ല. സിനിമ പറയാ എനിക്ക്, ഞാൻ അങ്ങനെ കാണുന്നത്. ആണോ? അല്ല എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പ്രോപ്പർ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഇതിനൊരു മെന്റർ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വർക്ക്ഔട്ട് ആവുന്ന പറയുന്നത്. ഞാൻ പോയിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യം, എനിക്ക് ആൾക്കാരുടെ ചുറ്റും കൂടി വലിയ ക്യാമറയുടെ മുന്നിൽ ആക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് നടക്കൂല ഇത്. ജീവിക്കാൻ പറഞ്ഞാൽ ജീവിക്കാം.
ജീവിക്കാം. ഇപ്പൊ ലൈവ് ആയിക്കോട്ടെ നമുക്ക് ജീവിക്കാം. പക്ഷെ ആക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം തൊപ്പിയുടെ നമ്മളിങ്ങനെ അതെ. അതെ ഞാനൊരു 2 സിനിമ അങ്ങനെ ആവട്ടെ. അപ്പൊ എന്തായാലും കണ്ണൂർക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കണ്ണൂർക്ക് ഇങ്ങനെ അറിയാം, അതാരാ നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാം. പ്രൊഡ്യൂസറിന് അറിയില്ല കണ്ണൂർക്ക് ഇല്ല. കണ്ണൂർക്ക് എങ്ങനെ പറഞ്ഞാൽ ഓനാന്ന് എടുത്ത കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മനസ്സിലായോ? ആരാ പുള്ളിനെ എല്ലാരും ചോദിക്കുന്നത്. പുള്ളി നാട്ടിൽ പോയിട്ടുള്ള കണ്ണൂരായിരിക്കാം അല്ലേ? കണ്ണൂർ ഇപ്പൊ കണ്ണൂരാണ്. പിന്നെ വേറെ ആളുണ്ട് മമ്മു, ഓന് കണ്ണൂരാ. മമ്മൂനെ അറിയാം. ഓനിപ്പം വരും തിരിച്ച്. മമ്മൂനെ ആര് ചോദിച്ചാലും മമ്മൂനെ അറിയാലോ. അല്ല കണ്ണൂർ കിങ് ഇപ്പൊ നിങ്ങൾ വിളിച്ച പേര് അത് വേറെ ആളാ. അല്ല ഞാൻ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ആണോ? ആരെ എങ്ങനെ നിങ്ങള് ഗെയിംസ് കളിക്കലുണ്ടോ ആരെങ്കിലും? ഞാൻ കളിക്കാം. ഞാന് കാൻഡി ക്രഷ് ഒന്നും പറയരുത്. അത് ഗെയിമായിട്ട് വിട്ടു. അല്ല ഞാൻ പ്ലേ സ്റ്റേഷനിൽ ഇത് മറ്റേ ലാസ്റ്റ് ഫസ്റ്റ് കളിക്കും. അത് പിന്നെ മറ്റേ വാർ ക്രൈ. ഞാൻ പ്ലേ സ്റ്റേഷൻ ഞാൻ വാങ്ങി ജസ്റ്റ് ഒന്ന് PS5 പൊളിക്കണം, അൺബോക്സ് ചെയ്യണം. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ട്രീമറിനെയും കൂടിയും ഒരു കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെ കുര്യാക്കോസ് എല്ലാം അറിയാം. പുള്ളിനെ സ്ട്രീമർ ആക്കാനുള്ള പരിപാടി. അപ്പൊ ഒരു PS5 വാങ്ങി വെച്ചിട്ടുണ്ട്. അടിപൊളിയാ. അപ്പൊ എന്നാ നമുക്ക് മ്യൂസിക് ഡയറക്ടറിന് ഒരു പാട്ടിലേക്ക് കടന്നാലോ? ഗിറ്റാർ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഒരു പാട്ടിലേക്ക്. നമ്മുടെ സ്ട്രീമിന്റെ മെയിൻ പ്രത്യേകത അതാണ്. എന്തായാലും എല്ലാ സ്ട്രീമിലും ഓരോരാൾ പാട്ട് പാടും. ആരെങ്കിലും ഒരാൾ പാട്ട് പാടാനുണ്ടാവും. അപ്പൊ ഇത്തവണ നമുക്കൊരു പ്രൊഫഷണൽ ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചോ? ജ്യൂസൊന്നും കുടിച്ചില്ല, ഒന്നും കഴിക്കുന്നില്ല. അല്ല ആക്ച്വലി നമ്മള് അവരിങ്ങോട്ടല്ലേ പറയണ്ടതല്ലേ? അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഈ നോമ്പിന് സാധാരണ ഫുഡ് കുറക്കലെന്ന് എല്ലാവരും പറയാം. പക്ഷെ നോമ്പിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തിന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് 6:30-7 മണിയാകുമ്പോൾ നമ്മള് നോമ്പ് മുറിച്ചു. മുറി കഴിഞ്ഞിട്ട് ഒരു വലിയ മുറിയുണ്ട്. അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വലിയ മുറിക്കലുണ്ട്. പിന്നെ ഒരു തുറയുണ്ടാവും, നോമ്പ് തുറ. അല്ലല്ല ഇപ്പൊ കഴിഞ്ഞു നോമ്പ് തുറ കഴിഞ്ഞു. അൽഫാം അങ്ങനത്തെ അത് അത്താഴം. ഞാൻ പറഞ്ഞ ആദ്യം മുറി, വലിയ മുറി, പിന്നെ തുറ, ഇഫ്താർ, പിന്നെ അത്താഴം. അപ്പൊ നോമ്പിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിന്നുന്നത്. അപ്പൊ വയറ് ഫുള്ളേല് തിന്നാൻ കഴിയില്ല. പ്രശ്നം 11 മാസം ബോംബ്, 1 മാസം നോമ്പ്. കാര്യം. പക്ഷെ 1 മാസമെങ്കിലും നമ്മള് നന്നാകുന്നുണ്ട്. അത് നിങ്ങളെ ചിന്തിക്കണം. മനസ്സിലാവും. 1 മാസം നമ്മള് നന്നാകുന്നുണ്ട്. അതാ 12 മാസവും ബോംബ്. ആസ്ക് അബൌട്ട് ലാലേട്ടൻ കൃഷാന്ത് മൂവി. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിങ്ങള് പ്രൊഡ്യൂസറാ? അച്ഛന്റെ പ്രൊഡക്ഷൻ ഹൗസ് മണിമരാജ് പ്രൊഡക്ഷൻ. നമ്മൾ കുറെ പടം കണ്ടിട്ടുണ്ടല്ലോ. പടത്തിന്റെ പേരെന്താ? ഇപ്പൊ ചെയ്യാൻ പറ്റും. അത് ടൈറ്റിൽ ആയിട്ടില്ല. ഇങ്ങനെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടക്കുന്നു. ചാറ്റ് ക്വസ്റ്റ്യൻസ് പ്ലേ തലപ്പാവില്ല. തലപ്പാവ് ലാസ്റ്റ് കപ്പിക്കാം. അഥവാ മോശം അഭിപ്രായം പറഞ്ഞു പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഷോ ചെയ്യാറുണ്ട്, പാടാറുണ്ട്. പക്ഷെ ഇവരെ എന്നെ ഈ ചാറ്റിലുള്ള ആൾക്കാർ എന്നെ നോക്കുന്നത് എന്റെ പാട്ട് ശരിയല്ല എന്ന് പറയുന്നത്. അതാണ് എനിക്കൊരു അതാ. ജോൾ പാടോ? ജോള് മനസ്സിലായില്ല. ഇല്ല. ദിവ്യപ്രഭ ഫാൻസ് മലപ്പുറം. ബ്രോ സൂപ്പർ ചാറ്റ് നോക്കാൻ വന്നിരിക്കുന്നു. മ്യൂസിക് ഡയറക്ടർ ബ്രോ നിഹാദിന്റെ പാട്ട് കേൾക്ക്. നിങ്ങൾ ഈ ഫീൽഡ് റിട്ടയർ ചെയ്യേണ്ടി വരും തലപ്പുറം. ഇത് വെറുതെ ഊക്കല്ലേ. ആ പാട്ട് കേൾക്കല്ലേന്നാ. പ്രൊഡ്യൂസർ ബ്രോ ജാസിക്ക് ഒരു ചാൻസ് കൊടുക്കുക. അവൻ ഡബ്ല്യു ആണ്. ആര് പറഞ്ഞു?
തൊപ്പി നന്നായി അഭിനയിക്കുന്ന പ്രൊഡ്യൂസറെ തൊപ്പി നന്നായി അഭിനയിക്കും, പ്ലീസ് ഗിവ് ഹിം നെക്സ്റ്റ് മൂവി. എനിക്ക് സിനിമ കിട്ടാത്തല്ല പ്രശ്നം, എനിക്ക് ഒരു വിശ്വാസം ഇല്ല, അതാണ് എന്റെ പ്രശ്നം. തൊപ്പി തീരുമാനിച്ചാൽ സിനിമ വരും. അതെ അതെ അതെ. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ബ്രേക്ക് ചെയ്യും. അത് പൊട്ടിയാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ അങ്ങ് ഇറങ്ങണമല്ലോ. അങ്ങനെയാ വിട്ടുകൊടുക്കണമല്ലോ നമ്മളെ, വിട്ടുപിടിക്കാനാ ഇച്ചിരി ഒന്ന് വിട്ടുകൊടുത്താലേ. നിങ്ങളിപ്പോ വിട്ടുപിടി എന്ന് പറഞ്ഞാൽ എന്റെ പാട്ടിന്റെ പേരാ. അയഞ്ഞു കൊടുത്താലല്ലേ പറ്റുള്ളൂ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം ഒരെണ്ണം അങ്ങ് ഇറങ്ങി ചെയ്ത് നോക്കാം, പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടട്ടെ. പോലെ നോക്കിയാലല്ലേ. ടീഷർട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ തന്നെ ഫ്രാങ്കിൻ ബൈറ്റിംഗ് അതെന്താ അതെന്താ സൈമൺസ് മെമ്മറീസ് എന്താ? പടം കാണുമ്പോ ഫ്രാങ്കിൻ ബൈറ്റിംഗ് എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കട്ട് ചെയ്തോട്ടിക്കില്ലേ, ഇങ്ങനെ വിഷ്വൽ സാധനങ്ങൾ കട്ട് ചെയ്ത് റിയാലിറ്റി ഷോസിലൊക്കെ അത് ഒരു എന്താ പറയാ, ഇപ്പൊ ഓഡിയൻസിന്റെ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് പിന്നെ വേറെ ഏതൊരു ടൈം ലൈനിലായിരിക്കും പറയുന്നത്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അത് ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. സ്പോയിലറാ എന്ത് പറഞ്ഞാല്. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനാരും പറട്ടെ, നമുക്ക് രജിഷ വിജയനെ വീഡിയോ കോൾ ചെയ്താലോ? എടുക്കോ വിളിച്ചോ? വാട്സാപ്പില്ലാത്ത എങ്ങനെ വീഡിയോ കോൾ ഇല്ലേ? ഇല്ല, ഞാൻ ജീവിതത്തിൽ എന്ത് വാട്സപ്പ് ഇല്ല മീൻസ് എന്താ അതിന്റെ കാരണം എന്താ? സ്വിച്ചിന്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, മറ്റേ ഐഫോൺ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഇനി ചോദിക്കണം. സോനു രാമകൃഷ്ണൻ ഡൊണേറ്റഡ് 400 rupees. Loved the movie, saw today. നിരഞ്ജ് ഫാൻസ് നെപ്പോർട്ട് അണ്ടർറേറ്റഡ്. ഇത് സോനു ബ്രോ അല്ലേ? മൂവി എന്ന് പറയുന്നുണ്ട്, ലവ് ദ മൂവി. സോനു ബ്രോ നമ്മുടെ സോനു ബ്രോ തന്നെയല്ലേ? എനിക്ക് നല്ലൊരു റിപ്ലൈ കൊടുക്കും. പിന്നെ നല്ല കാര്യം, പടം ഇഷ്ടപ്പെടുന്നല്ലേ, നമ്മുടെ ഭയങ്കര അടുത്ത ആളാ. അല്ല ഇങ്ങനെ നെപ്പോ എന്ന് പറയുന്ന ആൾക്കാരോട് എന്താന്ന് റിപ്ലൈ കൊടുക്കും? എനിക്ക് ഞാൻ അതില് മറ്റേ ഉലയാറില്ല. ജ്യൂസ് കുടിക്കും. മഞ്ഞളക്കാടും നീന്തി പൊന്നമ്പിളി വന്നല്ലോടി, മന്ദാരമല മേലെ കുമ്പാരമഴ മേഘം ഇടയും നേരത്തെ കാറ്റാണു നീ, 5-6 കടലോളം മണ്ണാകെ ഒഴിയുന്ന തിരയച്ചേടുന്ന കൂട്ടാണു നീ. ഓ കൊതിയിൽ വന്നെരുവും പുളിയുമുള്ളൊരൈറ്റമാ, കോമളത്താമര പൂവിനെ ആട്ടണക്കാറ്റുവൻ മനസ്സാറ്റണുണ്ട്, ഇളം കോമളത്താമര പൂവിനെ ആട്ടണക്കാറ്റുവൻ മനസ്സാറ്റണുണ്ടേ. ഇതാ എന്റെ മോനെ, ഒരു നോൺ മ്യൂസിക് ഡയറക്ടർ നമ്മള് ലൈവില് വന്നിട്ട് ലൈവായിരുന്നു പാട്ട് പാടാം. ഗൈസ്, ദിസ് ഈസ് എ W for us. ഞാൻ കാര്യം പറഞ്ഞില്ല, ഞാൻ പണ്ട് ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും എന്റെ ലൈവില് നടക്കും. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് പാട്ടെല്ലാം പാടലുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ശരിക്കും ആക്ച്വൽ ഒരു മൂവിയിലെ അല്ല ഒരു മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ ലൈവില്. ശരിക്കും അല്ല, അപ്പൊ അത് ജാം ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതല്ലേ? അങ്ങനെയോ അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി ഉള്ളത് ഒന്നിച്ച് പാടുകയും ചെയ്യാം, ഏത് വേണേ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. ആണോ? ശരിക്കും രചിയ വീടിക്കോളോ? ഹായ് ഗൈസ്, നമ്മള് ഇവിടെ ലൈവ് സ്ട്രീം. ഒരു ഹായ് പറയോ ലൈവിനോട്?
നമ്മളിവിടെ ഇന്റർവ്യൂ സെഷൻ നടത്തിക്കൊടുക്ക. അതാരോ ബാക്കില്? ആ ഡയറക്ടർ അല്ലേ? ഹായ് 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 ഹായ്. ഹലോ, സുഖാണോ? അവര് വേറെ പ്രൊമോഷൻ. ഓ അടിപൊളി. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. പടം നന്നാവട്ടെ. നമ്മൾ കണ്ടില്ല, കാണണം. കാണും കാണും. താങ്ക് യു, കോൾ എടുത്തതിന് താങ്ക് യു. അപ്പം ഉറപ്പായിട്ടും 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 ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു, കോൾ എടുത്തതിന് താങ്ക് യു. ബൈ, സീ യു. ചാറ്റ്. അപ്പൊ എന്തായാലും ഗൈസ്, മസ്തിഷ്ക മരണം ഈസ് ഔട്ട് ഓൺ തിയേറ്റേഴ്സ് നൗ. ഇന്നാണ് റിലീസ്, ഇന്ന് രാവിലെ റിലീസായി. അപ്പം പറ്റുന്നവരെല്ലാം പോയിട്ട് കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം പ്രൊഡ്യൂസർ അത് ശരിക്കും ടിക്കറ്റ് എത്ര ടിക്കറ്റ് ഗൈസ്? പ്രൊഡ്യൂസർ 100, നമ്മളെ ചാറ്റിലുള്ള 100 ആൾക്കാർക്ക് ഫ്രീ ടിക്കറ്റ് തരാന്നാ പറയുന്നത്. എങ്ങനെ അപ്പൊ അത് കൊടുക്കും? ആണോ? ഓക്കെ ഓക്കെ ഗൈസ് 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 ഈ ലൈവ് കഴിഞ്ഞിട്ടുള്ള താഴെയുള്ള കമന്റ്സിൽ നിങ്ങൾ നിങ്ങളെ ഇൻസ്റ്റാ ID ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, അതിൽ 100 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് തരുന്നതാണ്. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? ഈ ടിക്കറ്റ് അജിത് ഏട്ടൻ ആൻഡ് ശരത് ഏട്ടൻ ഹായ്. ഹാപ്പി ബർത്ത്ഡേ റാംബോ. റാംബോന്റെ ബർത്ത്ഡേ അടുത്ത മാസല്ലേ? വെറുതെ. അപ്പൊ എനിക്ക് 31 വയസ്സാകാൻ പോവാ. അതൊരു പ്രായമാണ്. 28 2 കൊല്ലം മുമ്പ്. ഓക്കെ, എന്റെ പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. എന്റെ പാട്ട് ഒന്ന് അഭിപ്രായം പറയട്ടെ. ഓക്കെ, ആക്ച്വൽ മ്യൂസിക് ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ അഭിപ്രായം അതെ അൾട്ടിമേറ്റ്. ഞാൻ കാര്യം പറയില്ല, നിങ്ങൾ പറയുന്നതിലൊന്നും കാര്യമില്ല. നിങ്ങൾ പറയുന്നൊന്നും ഞാൻ എടുക്കൂല. പുള്ളി എന്ത് പറയുന്നത് അത് ഞാൻ എടുക്കും. ഓക്കെ ഓക്കെ, കേട്ടോ കേട്ടോ കേട്ടോ. നിക്ക് പോസ് ചെയ്യാം. ഇതെന്തിനാ എല്ലാരും ചിരിക്കുന്നത്? ഇതെന്തിനാ എല്ലാരും ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്. അല്ല 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 നമ്മളെ ഗസ്റ്റ് അഭിപ്രായം പറയട്ടെ. നിങ്ങളെ അഭിപ്രായത്തിന്റെ വിലയിൽ നിങ്ങൾ ചിരിച്ചോ ആടി ഇരുന്നിട്ട്. ഓക്കെ, ഗസ്റ്റ് അഭിപ്രായം പറയട്ടെ. അല്ല, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. കിടിലം ബീറ്റ്, കിടിലം പാട്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. കണ്ടതാ. അല്ല, ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അഭിപ്രായം പറയാം. ബ്രോ ലിറ്റ് പരിപാടി ബ്രോ, നല്ല വൈബും ഉണ്ട്. അതും അതിന്റെ പ്രൊഡക്ഷനും ഭയങ്കര കില്ലർ ബ്രോ. കറക്റ്റ് സ്ഥലത്ത് പോസ് തന്നെ നിർത്തി കേട്ടാ. ഇതെന്തൊരു ആക്ടിങ്. ഈ വീഡിയോ കുറച്ച് ഫ്ലോപ്പായി പോയി. പക്ഷെ ആണോ? മീൻസ് പാട്ടാണോ വീഡിയോ ആണോ? ആണോ? അല്ല, പാട്ടിനെ കുറിച്ച് മാത്രം പറയാം. പാട്ട് തന്നെ ഭയങ്കര രസമാണ് ബ്രോ. പ്രൊഡക്ഷനും ഭയങ്കര നൈസ്. അതും ബ്രോയുടെ വോയിസ് യൂസ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ബ്രോ നല്ല രസമുണ്ട്. ആ റാപ്പ് സെക്ഷൻ സ്വിച്ച് ചെയ്യുന്നതും പരിപാടി. ആണോ? താങ്ക് യു. അപ്പൊ ലിറിക്കലി ഇത് റൈറ്റ് ചെയ്തത് അലീനാജി എന്ന് പറഞ്ഞൊരു ഇതാ. പിന്നെ ബീറ്റ് ക്രിസ്വൈൻ എന്ന് പറഞ്ഞൊരാള്. അവരുടെ കോൺട്രിബ്യൂഷൻസും അടുത്ത നമ്മൾ ചെയ്യാൻ പോവാ. പക്ഷെ എനിക്ക് അടുത്ത ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. ഉമാരെന്നെ കളിയാക്കിയിട്ടില്ല. ഇപ്പൊ എനിക്കൊരു സാധനം വന്ന് ഈ മാസം ഞാൻ അടുത്ത് ഇറങ്ങും. ഈ മാസം ഞാൻ അടുത്ത് ശരിക്കല്ലേ പാട്ട് അല്ലേ? വേണ്ട, മതി. പാട്ട് ബാക്കി തീർക്കട്ടെ. പാട്ട് ബാക്കി തീർക്ക്. അല്ല, അത് തീർന്നു. അത്രേ ഉള്ളൂ. അല്ല അത് വേണ്ട. ഓക്കെ ഗൈസ് ഗൈസ് ഗൈസ്, മസ്തിഷ്ക മരണം സിനിമ ഇന്നത്തെ വിഷയം. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് തിരിച്ചു. ദിവ്യ ഓസ്കാറോ? എന്ത് ദിവ്യ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അല്ല ഇവരെ എന്നെ നോക്കിയതാ. മനസ്സിലായി? എന്റെ പാട്ട് കേട്ടിട്ട് ദിവ്യ നല്ലതാന്ന് പറഞ്ഞ ഓസ്കാർ എന്ന് പറഞ്ഞതാ. ശരിക്കും? സീരിയസ്ലി? മലയാളത്തിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ഓസ്കാറിലുണ്ടോ? ആണോ? അതെനിക്കറിയില്ല. അറിഞ്ഞിട്ടാണോ അല്ലാതാണോ എനിക്കറിയില്ല. അല്ലല്ല, ഞാൻ അങ്ങനെ കേട്ടു. പക്ഷെ നോമിനേഷൻ ഇതെല്ലാം അറിയാലോ. നമ്മുടെ അപ്ഡേറ്റ് ആണല്ലോ. ജാസിനെ കൊണ്ട് റാപ്പ് പോയാട്ടെ. റാപ്പ് ജാസിന്റെ റാപ്പ് ഒന്നുമില്ല. ഡബ്ല്യു ദിവ്യ. ഇതെന്താന്ന് കൊറേ സമയം ഡബ്ല്യു ദിവ്യ തന്നെ വരുന്നത്. ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്.
ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ്. ഞാൻ ചുമ്മാ തമാശ. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആണ് എനിക്ക്. അതെ. വി ന്യൂ അബൌട്ട് ഓസ്കാർ. ഓ ഇങ്ങക്ക് ഇതെല്ലാം അറിയാലേ. ഞാൻ അത്ര അപ്ഡേറ്റഡ് ആയിരുന്നില്ല. സോറി. ഹനാൻഷായിട്ട് എന്താ ബന്ധം? ഹനാൻഷാന്റെ സോങ് ഉണ്ടോ? എന്താ ചിരിച്ചപ്പോ? ഞാൻ ചിരിച്ചതോ? ഞാൻ ഈ ദിവ്യ കണ്ടിട്ട് സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ? സ്പാം മൂവി റിവ്യൂ ആരും പറയാൻ. അതിന് നമ്മൾ മൂവി കണ്ടില്ല. കാണണം. കണ്ടിട്ട് പറയാം. കണ്ടിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് റിവ്യൂ പറയും പടത്തിന്റെ. ഓക്കെ. മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ട് എടുക്കണ്ട, അതൊരു മെറ്റഫർ ആയിട്ട് എടുത്താൽ മതി. ആ പേരെന്താ സംഭവം? ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇമോഷണലി നമ്മൾ ഭയങ്കര ഇന്റലക്ച്വലി ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നത് കുറവായിരിക്കും. ലൈക്ക് ഡിജിറ്റൽ ബീയിങ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ഇന്റലക്ച്വൽ തോട്ട് ബ്രേക്ക് ആവുകയും, അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് ലോജിക്കലി ആയിരിക്കില്ല. മേ ബി വി ആർ മോർ ഡിപ്പെൻഡിങ് ഓൺ ഡിജിറ്റൽ ബീയിങ്സ്. എനിക്ക് മനസ്സിലായില്ല. ഇത് വേറെ ഡിമെൻഷനിലെ മസ്തിഷ്ക മരണം പടത്തിന്റെ അകത്ത് ഒരാൾക്കൊരു മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഒന്നുകൂടി പറയാൻ അത് മനസ്സിലാക്കി എടുക്കും. ഇല്ല ഞാൻ ക്യാച്ച് ചെയ്യും. ട്രൈ വൺ മോർ. മൈ ഗോഡ്. അതായത് ഇന്റലക്ച്വലി ഡിസ്കണക്ട് ആവുകയും ഇമോഷണലി സ്റ്റിമുലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ആലോചിച്ചാൽ മതി. നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ഇതിലും നമ്മുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡിജിറ്റൽ കാര്യത്തിലായിരിക്കാം. മേ ബി ഈ പറയുന്ന VR എക്സ്പീരിയൻസ് അതേത്. അപ്പൊ നമ്മുടെ നോർമലി ഉള്ള ഒരു ഇന്റലക്ച്വൽ സൈഡോ അങ്ങനത്തെ തോട്ട്സോ കട്ട് ആയിട്ടുള്ള ഒരു, അതുകൊണ്ട് ഇത് ബ്രെയിൻ ശരിക്കും മരിച്ചു എന്നല്ല, ഉണ്ട്. പക്ഷെ അങ്ങനെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാരണം നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന കുറവാണ്, കൂടുതൽ ഫോൺ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇന്റലക്ച്വലി മസ്തിഷ്ക മരണം, ബ്രെയിൻ ഡെഡ് ആയിട്ട് ഹൃദയം കൂടുതൽ, അങ്ങനെയാണോ? ബ്രെയിൻ ഇല്ലാണ്ട് ഹൃദയം കൊണ്ട് ഇതാക്കുന്ന ഇമോഷണലി ഇതാവും, അങ്ങനെയാണോ? ഇമോഷണലി നമ്മൾ ഡൗൺ ആവുന്നത്. മറ്റേ ഇത് മെയിൻലി സൈബർ പങ്ക് എന്ന് പറയുമ്പോൾ ഹൈ ടെക്കും ലോ ലൈഫും അതന്നെയാണ് സാധനം. എല്ലാ സെറ്റപ്പും ഉണ്ട് ലോകത്ത്, പക്ഷെ ജീവിതം ഇല്ല എന്നുള്ള ഒരു എല്ലാം കൊണ്ടും പോയിരിക്കും. സൈബർ പങ്ക് എന്ന് പറയുന്നത് അതാണ്. കോൺസെപ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര മോശമായിരിക്കും. ചാറ്റിൽ പടം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്നിക്കലി ഭയങ്കര അഭിപ്രായം. പടം കണ്ട ആൾക്കാരുണ്ടെങ്കിൽ റിവ്യൂ പറ. നിങ്ങളെ റിവ്യൂ പറ. ഫ്രഷ് ക്വസ്റ്റ്യൻ ഫ്രഷ് ക്വസ്റ്റ്യൻ. അതായത് നോ പറഞ്ഞിട്ട് പടം ഉണ്ടോ നിങ്ങളെ? അങ്ങനെ പറഞ്ഞ ഇവര് എന്തെങ്കിലും കാരണത്താൽ നോ പറഞ്ഞിട്ട് പിന്നെ ഹിറ്റായി അഭിനയിക്കാൻ പറ്റാണ്ടായി റിഗ്രറ്റ് അടിച്ചു. നേരെ ഓപ്പോസിറ്റ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ എന്ന് പറഞ്ഞാ നോ പറഞ്ഞിട്ട് പിന്നീട് ആ സിനിമ വരുമ്പോ ഭാഗ്യം ഞാനത് കമ്മിറ്റ് ചെയ്യാനത്. വാച്ചബിൾ മൂവിയാണ്, സൂപ്പർ മൂവി. ഷസാം റിവ്യൂ കേട്ടോ. ഓക്കെ ഞാൻ കണ്ടില്ല, കാണണം. ദിവ്യ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ഇന്ത്യ മൂവി. ഇത് ദിവ്യന്റെ പെയ്ഡ് ചാറ്റ് ആണെന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടാ. ഇത് ഷസാം റിവ്യൂ ഇപ്പൊ കാണണോ? കണ്ടല്ലോ. കാണാം. സ്പോയിലർ ഉണ്ടോ? ഫ്രഷ് ആയിട്ട് കാണാം. അതായിരിക്കും അതെ. W ദിവ്യ എന്ന് പറഞ്ഞ 36 ദിർഹംസ് ഇട്ടിട്ടുണ്ട് ഷാന്. അത് നമുക്ക് തരാം, ഇത് കഴിഞ്ഞിട്ട് തരാം. അത് നമുക്കുള്ളതല്ലേ. പക്ഷെ ഒരു 35% ടാക്സ് പോകാം. ഇത് ഇടുന്നതിലൊരു 40% ടാക്സ് പോകും. ബാക്കി ഞാൻ അയച്ചുതരാം. ഗൂഗിൾ പേ നമ്പർ അയച്ചാൽ ഗൂഗിൾ പേ QR കോഡ് അല്ല ഇത് ഗൂഗിൾ പേ വഴിയല്ല. പിന്നെ ചാറ്റ് പറ. ഇന്ന് ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് തൃശ്ശൂർ പോകേണ്ടതാ. ഇപ്പൊ ഞാൻ ഇത് ലൈവ് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരേക്ക് ഇറങ്ങാം. ഇന്ന് ശരിക്കും ഞാൻ ആദ്യമായിട്ട് എന്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരു സിനിമക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏത്
മനസ്സിലായില്ല. ദിവ്യ സിംഗിൾ ആണോ? ആര് ചോദിച്ചു? ഞാൻ സാധാരണ ഒരാള് ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ അവരെ കുറിച്ച് അറിയില്ല, അങ്ങനെ ചോദിച്ചാൽ ദിവ്യ സിംഗിൾ ആണോ ഞാൻ ഇവരോട് അതിനെന്താ പ്രശ്നം? എനിക്ക് ചോദിക്കണം, നീ ചോദിക്കണം, എന്നോട് അറിയാം. ആണോ? കല്യാണം സിംഗിൾ ആണെന്ന് ഇതെന്തായാലും അസ്പാക്ക് എന്തായാലും എല്ലാ അസ്പാക്ക് ബ്രോ, എല്ലാ അസ്പാക്ക് ബ്രോ, എല്ലാ അസ്പാക്ക്. ഞാൻ കാര്യം പറയല, നമ്മൾ ഉണ്ടാക്കിയ റൂളാണ് ഇവിടെ ഈ ഗസ്റ്റ് ആയിട്ട് വരുന്ന ഈ പേഴ്സണൽ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കരുത്. പിന്നെ പേഴ്സണൽ അല്ലേ? ആണ് 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 എല്ലാവരും എല്ലാ അസ്പാക്കും. എടാ ഞാനിത് ഇവര് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇങ്ങനെ ഇവരെ കുറിച്ചെല്ലാം മനസ്സിലാക്കണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചത് സിംഗിൾ ആയിരിക്കോ ജസ്റ്റ് ചോദിച്ചാൽ അത് എന്തിനും എടുത്തിടേണ്ട കാര്യം? അല്ല മോശമല്ല, എന്നാ നീ ചോദിച്ചാൽ മതി. നീ ഞാൻ ചോദിച്ചത് എന്തിനാ പറഞ്ഞ? നിനക്ക് ചോദിച്ചാൽ പോലെ. അങ്ങനല്ല, നിനക്കാണല്ലോ അറിയണ്ടേ. എനിവേസ് ഗൈസ്, അപ്പൊ എന്തായാലും ആ ക്വസ്റ്റ്യനിൽ എത്തിയ സ്ഥിതിക്ക് എന്താന്ന് അല്ല എന്തായാലും ചോദിച്ചു. ഇനിയിപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചോദിക്കാം, അത് എന്തുകൊണ്ടാണ് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്? അല്ല ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്, അതേപോലെ നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇരിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ല. ആണോ? ഓക്കെ, നല്ല. ഓക്കെ, നിരഞ്ജൻ സിംഗിൾ ആവുന്ന ചോദിക്കുന്നുണ്ട്. ഏതോ ഗേളാന്ന് തോന്നുന്നു, ചാറ്റിലൊരു ഗേൾ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ദിവ്യ ലവ് യു എന്ന് പറയുന്നുണ്ട്. ഹൈറന്നീസ കൊറേ ഹാർട്ടും പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ട് അതിന്റെ ഒന്നിച്ച്. ഓൾ വി ഇമാജിൻ ആസ് ദിവ്യയോ? ഓക്കെ. തൊപ്പി പ്രൈം ചക്ക സോങ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഓക്കെ മതി അത്രയും മതി. തൊപ്പിനെ കുറിച്ചൊന്നുമില്ല. ഇനി നമുക്ക് സിനിമേന്റെ വേൾഡിലേക്ക് പോവാം. ഇങ്ങനൊന്നും പറയല്ലേ. നിങ്ങളുടെ ചാറ്റിലുള്ളവരെ നിങ്ങൾ എവിടെ താമസം? കാക്കനാട്, എറണാകുളത്ത് തന്നെയാ. എപ്പം ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഒന്നിരുന്നാലോ? എനിക്കൊരു പാട്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. പാടുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന രീതിക്ക് പാടുന്നതാണ് പാട്ടെന്ന് ചിന്തിക്കുന്ന ഈ ചാറ്റിലുള്ളതുകൊണ്ടാണ്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ രീതിക്ക് പാടാമല്ലോ. യു എയിൽ പടം ഉണ്ടോന്ന് ചോദിക്കുന്ന നമ്മളെ കൂടുതലും വ്യൂവേഴ്സ്, കൂടുതലല്ല വലിയൊരു ഭാഗം വ്യൂവേഴ്സ് നമ്മളെ ഗൾഫ്, യു എ അല്ല മൊത്തത്തിൽ UK, UAE, കാനഡ, ഖത്തർ അങ്ങനെ. ആണോ? പിന്നെ ഗൈസ് വൺ മോർ സോങ് പാടുമോന്ന് ചോദിക്കുന്നുണ്ട് മ്യൂസിക് ഡയറക്ടറോട്. ആണോ? ഓക്കെ, അതേതാ പാട്ട്? റാപ്പല്ല, പുള്ളി റാപ്പറല്ല പൊട്ടാ. റാപ്പ് പറ്റിണ്ടോ പൊട്ടാ? ആസ് എ പ്രൊഡ്യൂസർ കേരള സ്റ്റോറി 2നെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല പടം കാണണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച്, ആ പ്രോപ്പഗണ്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, നോ കമന്റ്സ്. ഓക്കെ, ഓക്കെ, പാട്ടിലേക്ക് കിടക്കാം നമുക്ക്. ലെറ്റ്സ് ഗോ. ഗിറ്റാറാ, നമ്മളൊരു ഗിറ്റാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, മുകളിലുണ്ട്. അത് നമ്മളെ മങ്കി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വാങ്ങി. അല്ല, എന്ത് ഗിറ്റാറാ? ക്ലാസിക്കൽ ഗിറ്റാറാണോ? എടാ ക്ലാസിക്കൽ മറ്റെന്തോ ഇതുണ്ട്, നോർമൽ ഗിറ്റാർ. ഈ സാധനം
അല്ല നമുക്ക് പ്ലേ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ ഇതിൽ ഒമേഗ ഗിറ്റാർ പിടിച്ചിരിക്കുമോ? അതായത് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ ഈ ഗിറ്റാർ പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മള് പാട്ടുകാരാന്ന് വെച്ചിട്ട് ഇവര് സ്കിപ്പ് ചെയ്യുള്ളൂ. അതെ ഇതാരായിരുന്നു? അതിന് ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. നീ വെള്ളം ചോദിച്ചാ? എന്നാ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ആണെന്ന് നോക്കിയ ജോള് പാടാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. പക്ഷെ ജോള് ആസ്പാങ് പാടോ? ജോള് പുള്ളി ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടാം. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്. ദിവ്യക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടോ? പാട്ട് പാടൂലേ? പാട്ട് പാടോ? ജീവിതത്തിൽ പാടിയിട്ടില്ല. പിന്നെ പാടും, പക്ഷെ ഇങ്ങനെ പാടാനുള്ള കോൺഫിഡൻസ് ലൈവ് ആയോണ്ടോ? ഒരുമിച്ചാണ് ഒരുമിച്ച് നോക്കാം. സന്തോഷം കുമ്പളങ്ങി നൈറ്റ്സ് ചോദിക്കുന്നുണ്ട് പാട്ട്. ഇസ്മായിലിന്റെ ഉപ്പ 100 rupees സൂപ്പർ. ചാറ്റിലുള്ള എല്ലാവർക്കും അറിയാം തലപ്പാവ് W ആണെന്ന്. മോശമാക്കുന്നവരും ഉണ്ടായിരിക്കാൻ കണ്ണൂക്കിന്റെ ഗ്യാപ്പ് മുതലെടുക്കുക. പിന്നെ അങ്ങനെ മോശമാക്കുന്ന അപ്പൊ തലപ്പാവ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്നെ നോക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത്. ചന്ന മാരേജ് ചോദിക്കുന്നുണ്ട്. ജൂപ്പിറ്റർ മഴ ചോദിക്കുന്നുണ്ട്. അഗസ്ത്യ സോങ് ചോദിക്കുന്നുണ്ട്. അഗസ്ത്യ അതേതാ പാട്ട്? വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞൊരു പുള്ളി വന്നില്ലേ? വരുന്നുണ്ടെന്ന് പറഞ്ഞു. സിംഗറാണോ പുള്ളി? അല്ല RDXിലെ വില്ല. റൈഫിൾ ക്ലബ്. ഏത് പാട്ടാ? റെഡി റെഡി റെഡി. ജാസിന്റെ കൂടെ പാതിയിൽ പാടാത്തൊരാത്തേനൂരിടും വിശലായി ഞാൻ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീന്നില്ലേ പാതിയിൽ പാടാത്തൊരാത്തേനൂരിടും വിശലായി ഞാൻ ചെഞ്ചുണ്ട് ചേർന്നു ചെഞ്ചുണ്ട് 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 ചേർന്നു. എല്ലാരും കൊള്ളാം. ഇങ്ങനെ കണ്ടിട്ട് പോവാ. കണ്ടിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാ. സന്തോഷം. ചിൽ മ്യൂസിക് ഡയറക്ടർ. ഇതറിയാമോ എല്ലാവർക്കും? മിഴിയിൽ നിന്ന് മിഴിയിലേക്ക് തോണി തുഴഞ്ഞേ പോയി നമ്മൾ ആദ്യം തുടങ്ങാൻ ബ്രോ. തോണി തുഴഞ്ഞേ പോയി നമ്മൾ പ്രാണൻ കവി ഈരമായി നമ്മൾ
പൂവിതന്നപ്പോൾ പുഞ്ചിരി നിറഞ്ഞോരാവിൻ ചുണ്ടിൽ മെല്ലെ മിഴിയിൽ മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോയി നമ്മൾ മായാ നദി മായാ ഈ സാധനം പഠിക്കാൻ കുറെ പാടുണ്ടോ? ഇല്ല, ഇതിപ്പോ ഞാൻ ഇതിങ്ങനെ ഞാൻ വായിച്ചാൽ ചോദിക്കുന്നേ, തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഏറ്റവും കുറഞ്ഞ എത്ര ദിവസം എടുക്കും? ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒരാഴ്ച കൊണ്ട് ഇച്ചിരി പാട്. ഒരു 3 months. 3 months അല്ല പക്ഷെ അല്ല ഇത് ഇല്ലില്ല അല്ല ഇത് ഇച്ചിരി നമുക്ക് ആഗ്രഹമുള്ളതല്ല വായിക്കാൻ. പക്ഷെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വായിക്കാനാണെങ്കിൽ കുറച്ച് സമയം മതി. 3 months ഇത് കറക്റ്റ് ആയിട്ട് അല്ല, ഞാൻ പിടിക്കാനും പിയാനോ പ്ലേ ചെയ്യും കുറച്ച് അതുപോലെ തന്നെയാണ് ഇത്. അല്ല പിയാനോനെക്കാളും പാടാല. വേറെ ഓരോ ABCD അങ്ങനത്തെ ഞാൻ 3 months എന്ന് പറഞ്ഞത് ഗിത്താർ പഠിക്കുന്നല്ല, അതായത് എത്ര സ്ട്രിങ്സിന്റെ കാര്യങ്ങൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുന്നേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ദിവ്യ പഠിച്ചിട്ടുണ്ട് അത്? എന്റെ അടുത്ത് ഉണ്ട്, പഠിക്കണം. നോ, ഞാൻ എന്റെ അടുത്ത് ഉണ്ട് തൊപ്പിയുടെ കയ്യിലുള്ള പോലെ. അങ്ങനെ എന്റെ റിയൽ നെയിം അറിയോ? ആർക്കെങ്കിലും അറിയോ? Yes, task. പറയൂ, എനിക്ക് പറ ഞാൻ പറ പറയില്ല. പറ. നിയാദ്. നീ അല്ലേ അതല്ലേ എന്ത്? നിഹാദ്. അതെ അതെ. ഇതേ പറയുള്ളൂ അതില്. മൊത്തം പറഞ്ഞപ്പോ അല്ല എനിക്ക് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പിന്നെ ആണോ? പിന്നെ. ഓക്കെ. എന്നാലും തൊപ്പി എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് നെക്സ്റ്റ് ആയില്ലേ? മൂവി അയക്കുന്ന നെക്സ്റ്റ് മൂവി നെക്സ്റ്റ് മൂവി ഈ പടം കണ്ടിട്ട് വിളിക്കണം ഇനി ആരെങ്കിലും. അപ്പൊ ഇത് കമ്മിറ്റ് ചെയ്ത് വെച്ചോ പടങ്ങൾ? അല്ല 2-3 സാധനങ്ങൾ ഇങ്ങനെ ലൈനപ്പിലുണ്ട്. ദിവ്യ? എൻ്റെ 2 പടങ്ങൾ റിലീസ് ആവാനുണ്ട്. ഡോൺ പാലത്ര ചെയ്ത ഒരു മൂവിയും കമൽ കേവ് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ ചെയ്ത മൂവി. സാറിന്റെ വർക്ക് അടുത്ത? അല്ല ഞാൻ 2 വർഷം പ്രോപ്പർ ഒരു മ്യൂസിക് ഡയറക്ടർ ലുക്ക് ഉണ്ടല്ലേ? കൊണ്ടെന്ന് പറഞ്ഞപ്പോ ഇത് ചാർജായി. അല്ല ഞാൻ ഈ 2 വർഷമായിട്ട് ഇപ്പൊ മസ്തിഷ്ക മരണം തന്നെ വർക്ക് ചെയ്തു. 2 വർഷോ? 12 പാട്ടുണ്ട് ഇതില്. നമ്മുടെ സീരീസ് ഉണ്ടായിരുന്നു സോണി ലീവിൽ ഇറങ്ങിയ 4 സംഘം എന്ന് പറഞ്ഞപ്പോ അതും ഞാനും സൂരജും കൂടെയാണ് മ്യൂസിക് ചേരുന്നത്. അപ്പം ഇപ്പൊ 2 years ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പാരലി ബൈ ബൈപാസ് എന്നൊരു നാടകവും ചേരുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങളും അടുപ്പിച്ചുകൊണ്ടത്. പിന്നെ ഇനി ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻ്റ് ഒരു ആൽബം ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലോട്ട് കയറും. 12 പാട്ട് എന്ന് പറയുന്നതും 12 മൂടുള്ള പാട്ടുകളാണ്. അതെ. പക്ഷെ ഇത് കോമളം അടിപൊളി പാട്ടാണ്. നൈസ് പാട്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓളമാണ് നല്ല പാട്ടാണ്. വണ്ടിയിൽ ആരാധകനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. ബ്രോ പാടിയപ്പോ വേറെ തന്നെ ഒരു ഫീൽ. അതെ, അത് മെലഡി പോലെ അല്ല. 2 വേർഷൻസ് ഉണ്ട് പടത്തില്. ഇതിന്റെ ഒരു സ്ലോ വേർഷൻ ഉണ്ട്. പറ്റിയൊരു പാട്ട് എനിക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് കിട്ടി. ഈ കായലിനരികെ കൊടികൾ വരത്തി കുതിച്ചു പോയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. കായലിനരികെ ഈ കായലിനരികെ അതൊക്കെ ബ്രോയുടെ ലിറിക്സ് എടുത്തു. കായലിനരികെ കൊടികൾ വരത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. കായലിനരികെ കായലിനരികെ. As Leslie Ashman walk
HMC, ബോംബെ കമ്പനി, മധുര കമ്പനി, AV തോമസ് കമ്പനി. കൊച്ചിയിലെങ്ങും കപ്പൽ കേറണ, ചരക്കിറക്കണ, ചരക്ക് കേട്ടണ, നമ്മുടെ റബറും കയറും തീ മുളവേലം കേട്ടിയക്കണം. നമ്മുടെ നാടിൻ കരൾ തുടിക്കണം, ഈ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. കായലിനരികെ, ഈ കായലിനരികെ. എല്ലാരും പാടി. മ്യൂസിക് ഡയറക്ടറിന് കുറെ ഹാർട്ടുകൾ വരുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് റിപ്ലൈ എടുത്തോളൂ. താങ്ക് യു സോ മച്ച്. സൂപ്പർ ചാറ്റ് മിസ് ചെയ്തു ചാറ്റിലുള്ളവർ എത്ര നാളെ പടം കാണും? കിലി 9847 പറയുന്നുണ്ട് ദിവ്യ കൊച്ചിനെ ക്രഷ് അടിച്ചു എന്ന് പറയുന്നുണ്ട്. മസ്തിഷ്ക മരണം മൂവീസ് ബെറ്റർ ദാൻ വിട്ടു ബ്രോ. ഇവര് എന്തുണ്ടെങ്കിലും ഇല്ല എന്റെ പാട്ടിനെക്കാളും ബെറ്റർ അങ്ങനെ അതൊരു ട്രെൻഡായി ഇവർക്ക്. എന്തുണ്ടെങ്കിലും പറയാം, വെറുതെ ഊക്കാൻ പറയുന്ന. തൊപ്പിന്റെ പാട്ട് നല്ലതാണെന്ന് പറയുന്ന ഇവരുടെ പടം എങ്ങനെ കാണും? അറികളാ ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്, മനസ്സിലാ? കൊറേ സമയമായി. ലവ് ദ മൂവി സോ ടുഡേ എന്നാണ്. അത് വായിച്ചു. പ്രൊഡ്യൂസറെ തൊപ്പി നന്നായി അഭിനയിക്കും. പോയട്രാ. Can you sing A.R. റഹ്മാൻ? നിങ്ങൾ A.R. റഹ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? പുള്ളി A.R. റഹ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നു. കോളേജിലാണ് പഠിച്ചത്. അപ്പൊ പിന്നെ ആണോ? എത്ര വയസ്സുണ്ട്? പുള്ളിയുടെ കൂടെ കുറച്ച് ഞാൻ ഒരു ട്രാവലൊക്കെ ചെയ്ത ഒരു പരിപാടി. ദിവ്യ സോങ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ദിവ്യ പാടൂല എന്ന് പറയുന്നത്. നമ്മളെ ഓഡിയൻസിന് വേണ്ടി ഒരു രണ്ടുപേരെങ്കിലും. അതൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കും. നമുക്ക് ദിവ്യന്റെ പാട്ടിലൂടെ നമുക്ക് ഒരു ഫീൽ ഗുഡ് ലൈവ് വന്നത്. അപ്പം ദിവ്യയും കൂടിയോ ഇതില് ഇതായ നമുക്കിതൊരു രണ്ടുപേര് പ്ലീസ്. പാട്ടാണോ തീരുമാനിക്കുന്നത്? W ആക്ടേഴ്സ്, W ആക്ട്രസ്, W മൂവി, W പ്രൊമോഷൻ, W മ്യൂസിക് ഡയറക്ടർ, W സോങ് എന്ന് പറയുന്നുണ്ട്. പടം കൊള്ളാം, സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് പൊളിയാണ്. എ ഫീൽ ഗുഡ് സ്ട്രീം വിത്ത് W തൊപ്പിയാൻ മൂവി ക്രൂ എന്ന് പറയുന്നത്. താങ്ക് യു. നിരഞ്ജൻ സോങ് പാടരുതെന്ന് വരുത്. സോറി ബ്രോ, ഞാൻ നിർത്തി. സത്യം അല്ല, ഞാൻ തന്നെ മനസ്സിലാക്കണമായിരുന്നു ആണല്ലേ. അല്ല സത്യം തന്നെ. അല്ല പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ഊക്ക് വന്നതേ, മസ്തിഷ്ക നിങ്ങളുടെ പാട്ട് കൊള്ളാന്ന് പറഞ്ഞ പടം അല്ല വെറുതെ തമാശാക്കുന്ന ഇമ്പ്രൂവ്മെന്റാ. പണ്ടത്തെ ചാറ്റ് വെച്ചോണ്ടല്ലോ ഇതെല്ലാം പറയില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് കുറച്ച് മാനേഴ്സ് പഠിച്ച് കുറച്ച് മെച്യൂരിറ്റി വന്നതാ ഇവർക്ക്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര അവസ്ഥയായിരുന്നു. പണ്ട് ആദ്യം തെറി എന്നിട്ടാണ് ബാക്കി കാര്യം പറയുന്നത്. തൊപ്പി നിന്നെ ഇവര് വെറുതെ മോട്ടർ ആക്കുവാണ്, ചുമ്മാ പാടാൻ നിൽക്കണം. ഇല്ല പാടുന്നില്ല. ജസ്റ്റ് ഒറ്റ വരും മതി, രണ്ടുപേരായാലും മതി. ഓക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ. കുഴപ്പമില്ല. പാടല്ലെന്നാണ് പറഞ്ഞത്, എന്നാലും ഞാൻ പാടും. അത് വെച്ചാണ് ഞാൻ ചോദിക്കട്ടെ, ഈ കിളി എന്ന് പറഞ്ഞ ഒരുത്തിന് ദിവ്യനോട് ഭയങ്കര ഇതാന്ന് തോന്നുന്നത്. ഇത് അടുത്ത സൂപ്പർ ചാറ്റ് അവൻ ഇട്ടിട്ടുണ്ട്. കനേഡിയൻ ഡോളേഴ്സ് ആണ് അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറെ സമയമായിട്ട്. 2.7 കനേഡിയൻ ഡോളർ ഇട്ടിട്ട് എന്താ പറയുന്നത് അറിയോ? ദിവ്യ ഓക്കെ അല്ലേ, പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ഭയങ്കര കെയറിങ് ആണല്ലോ ഈ കിളി.
മോനെ കിളി എന്താണ് സംഭവം, എന്തൊക്കെ ഉണ്ടെന്ന് തുറന്നു പറഞ്ഞോ. മസ്തിഷ്കമാരണം ഒന്ന് കാണാൻ പറയൂ. കിളി എനിക്ക് അത്ര സ്നേഹമുണ്ടേ, നീ മസ്തിഷ്കമാരണം പോയി കണ്ടിട്ട് നാളെ ഒരു റിവ്യൂ എന്റെ ഡിസ്കൗണ്ടിലിട്ട് ഞാൻ റിയാക്ട് എന്നിട്ട് ആ ക്യാരക്ടർ എന്ത് തോന്നുന്നു പറയാൻ പറയും. അതെ 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 അതെ. എന്നാലും ദിവ്യനോട് അത്രയും ഇമോഷണലി ഇതുള്ള ആളോട് ഏത് സിനിമ എന്റെ ഇഷ്ടപ്പെട്ട സിനിമ പറയാൻ പറയൂ. ഏത് സിനിമ ദിവ്യന്റെ ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. നീ സൂപ്പർ ചാറ്റ് ഇടണമെന്നില്ല, നീ സൂപ്പർ ചാറ്റ് നിർത്ത്, നീ ചാറ്റ് ടൈപ്പ് ചെയ്താൽ ചിലപ്പോ പറയാൻ പറ്റില്ല. അതും ചെറിയ ചെക്കൻ പിള്ളേര് അച്ഛൻ്റെ അമ്മേന്റെ ഫോണ് കണ്ടിട്ട് അതിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം വന്നതിന് താങ്ക് യു സോ മച്ച്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എന്താണ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഒരു പെർസ്പെക്ഷൻ എന്താണ് ആൾക്കാർക്ക്? നിങ്ങൾ എങ്ങനെയാണ്? ഫ്രീ ആയിട്ടുള്ള ഭയങ്കര കൂൾ ബോയ് വൈബാണ്. അല്ല അതല്ല ഇപ്പൊ കണ്ടിട്ടുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. പൊതുവെ ഇവിടെ വരുന്നതിന് മുന്നേ നമ്മളെ കുറിച്ച് എങ്ങനെയാണ് ആൾക്കാർ പബ്ലിക് കാണുന്നത് നമുക്കറിയില്ല. നമുക്ക് നമ്മളെ വ്യൂവേഴ്സിന്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയും. പുറത്തെ ആൾക്കാർ നമ്മളെങ്ങനെ കാണുന്നത് നിങ്ങള് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ല തുറന്നു പറഞ്ഞോ, കുഴപ്പമില്ല. ഏറ്റവും ഫേമസ് ആയ സ്ട്രീമർ അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻ ഏറ്റവും ഞാൻ പിന്നെ കേൾക്കുന്ന വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടത് ഏറ്റവും റിച്ചസ്റ്റ് സ്ട്രീമർ എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. വേറെ സ്ട്രീമേഴ്സ് ഇല്ലാത്തോണ്ട് റിച്ചസ്റ്റ് സ്ട്രീമർ. സ്ട്രീമേഴ്സ് വളരെ കുറവല്ലേ, 2-3 ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര കാര്യമല്ലേ, അടിപൊളി. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇപ്പൊ കൊറേ സിനിമ നടന്മാരായില്ലേ, അതുപോലെ കൊറേ ആൾക്കാർ ഈ സ്ട്രീമിലേക്ക് വരുമ്പോ ഞാനും നെല്ലോസിയാവും. ഫസ്റ്റ് അല്ലേ, സീനിയർ ആവില്ലേ? അതാണ് സീനിയറോ സീനിയർ സ്ട്രീമർ. അപ്പൊ എന്തായാലും താങ്ക് യു. ഡിസ്കോഡ് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ശരിക്കും ഡിസ്കോഡിലുണ്ട്. അല്ല എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ത്രൂ അത് തൊപ്പിയാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് ഡിസ്കോഡൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മള് വേറൊരു ജനറേഷനിലോട്ട് സ്വിച്ച് ആയി എന്ന് മനസ്സിലാക്കണത് തൊപ്പിയുടെ ഒക്കെ വരവോടുകൂടിയാണ്. മനസ്സിലായി. സ്ട്രീമറായിട്ടും അല്ലെ റിച്ച് സ്ട്രീമറിനെക്കാളും ബ്രോ ഭയങ്കര ഫ്രീ പരിപാടി ബ്രോ. നിങ്ങൾ അടിപൊളി, ഭയങ്കര നൈസ്. താങ്ക് യു നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും. നമ്മൾ അങ്ങനെ ജ്യൂസ് നോ എൻ്റെ ഗൈസ് എൻ്റെ ആണ് കേക്ക് തൃശ്ശൂർ പോകണം. അല്ലെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ ഇവരൊന്ന് യാത്ര കേട്ടോ, എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് കൂടി സ്ട്രീം ചെയ്യാം. എന്നിട്ട് എനിക്ക് പോകണം, തൃശ്ശൂർ പോകേണ്ടതാ. ഓക്കെ അപ്പൊ എന്തായാലും ഔട്ട് ഓൺ തിയേറ്റേഴ്സ് കാണണം, അഭിപ്രായം പറയണം. എന്താ പറയാ, ഗുഡ് നൈറ്റ്. അല്ല നിങ്ങള് കാക്കനാടല്ല താമസം? നിങ്ങള് ലൈവിലൊരു ആവേശത്തിന് പറഞ്ഞതല്ലേ, ശരിക്കും വരും പാട്ട് ചെയ്യണം. ആണോ? ഓക്കെ അപ്പൊ എന്തായാലും പുള്ളി നമ്പർ 100 ടിക്കറ്റ്സ്. ഗൈസ് ഇതിന്റെ താഴെ കമന്റ്സിൽ കമന്റ് ചെയ്യുന്ന 100 പേർക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമന്റ് ചെയ്തോ. ഓക്കെ സൂപ്പർ കാണാം. നിങ്ങൾ ഇത്ര സിമ്പിളാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. കാണാം അനോൽ ബ്രോ, കാണാം. അച്ഛനെ വിളിച്ചിരുന്നോ? ഓക്കെ ഏതായാലും സംസാരിക്കാം. ഓക്കെ